ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ അതിശക്തിയോടെ ആ തീവ്രമാകുന്ന ദൈവപ്രഭാവത്തോടുകൂടെ ഇന്നത്തെ ദിവസം നമ്മുടെ മധ്യത്തിൽ ഈ ആരാധനയുടെ മധ്യത്തിൽ, ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ, ഈ സന്ദേശത്തിൻ്റെ മധ്യത്തിൽ, എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ അവിടുത്തെ മഹാസാന്നിധ്യമുണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്, ബലമുണ്ട്, കൃപയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ ദൈവാത്മാവിനാൽ വലിയ കാര്യങ്ങൾ നടക്കും. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ, ചിന്തകളെ, നമ്മുടെ മാനസിക അവസ്ഥയെ, ഹൃദയത്തെ, ആത്മാവിനെ പരിവർത്തനം ചെയ്യാനും രൂപാന്തരപ്പെടുത്താനും തക്കവണ്ണമുള്ളൊരു പെന്തക്കോസ്തിൻ്റെ ശക്തി നമ്മുടെ ഈ കൂട്ടായ്മയുടെ മധ്യത്തിലുണ്ട്. ആ പെന്തക്കോസ്തിൻ്റെ അനുഭവം എന്താണ് എന്നുള്ളത് ഒന്ന് അനുഭവിച്ചറിയാൻ, ഒന്ന് സ്വീകരിക്കാൻ, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കർത്താവ് നമ്മെ ഗൈഡ് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഞാൻ വന്ദനം ചൊല്ലുന്നു. പെന്തക്കോസ്ത് എന്താണെന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, അതൊരു മതമല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ ആത്മാവ്, ദൈവത്തിൻ്റെ തന്നെ ജീവൻ മനുഷ്യരിലേക്ക് പകരപ്പെട്ട ഒരനുഭവമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ആ ജീവൻ മനുഷ്യൻ്റെ മേൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ആ പെന്തക്കോസ്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്, ശരിയാവണ്ണം പഠിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിലാണ്. പെന്തക്കോസ്തിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എന്തൊക്കെ സംഭവിക്കും? പെന്തക്കോസ്ത് എന്ന ഒരു അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവൻ പെന്തക്കോസ്തിൻ്റെ ശക്തിയെ ഒരാചാരമായിട്ടാണോ അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവൻ അതൊരു അനുഭവമായി കൊണ്ടു നടക്കേണ്ടതാണോ എന്നിത്യാദി ചിന്തകൾ ഇന്ന് നമ്മുടെ ഈ വചനധ്യാനത്തിൻ്റെ മധ്യത്തിലൂടെ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. ഈ ചിന്ത നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉന്നതിയിലേക്ക്, ദൈവത്തിന് നമ്മുടെ ലൈഫിൽ തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തക്ക അടുപ്പത്തിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിന് സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തൊന്ന് ഭൂമിയിൽ മനുഷ്യൻ സ്വീകരിച്ചാലും, എന്തൊന്ന് ഭൂമിയിൽ മനുഷ്യൻ ഏറ്റുവാങ്ങിയാലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം എന്ന് നമുക്കെല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. എന്തൊന്ന് നമ്മുടെ മേൽ പകരപ്പെട്ടാലും, എന്തൊന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞാലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം, അത് ദൈവനാമത്തിനായിട്ടായിരിക്കണം, അത് ദൈവത്തിനും കൂടെ കൊള്ളാമെന്നുള്ളതായിരിക്കണം എന്നൊരാഗ്രഹം എനിക്ക് മാത്രമല്ല, ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ദൈവം തന്നെ മനുഷ്യൻ്റെ മേൽ അയച്ച ദൈവത്തിൻ്റെ ജീവനും ശക്തിയുമാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ തന്നെ ആത്മാവ് മനുഷ്യരുടെ മേൽ വന്നപ്പോൾ, ഞാൻ ബൈബിൾ നോക്കിയ സമയത്ത് മനുഷ്യനിലെ മനുഷ്യനെ, മനുഷ്യനിലെ മനുഷ്യത്വത്തെ, മനുഷ്യനിലെ സ്വഭാവത്തെ, മനുഷ്യനിൽ തന്നെ കുടിയിരിക്കുന്ന മറ്റു പല ചേഷ്ടകളെയും സ്വഭാവത്തെയും രീതികളെയും ആറ്റിറ്റ്യൂഡിനെയും ഭാഷകളെയും ആകെ മൊത്തം അട്ടിമറിച്ചതായി, പുതിയൊരു വ്യക്തിയാക്കി മാറ്റിയതായി, പുതിയൊരു സ്വഭാവക്കാരനാക്കി മാറ്റിയതായി, പുതിയൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു മനുഷ്യനാക്കി മാറ്റിയതായി ബൈബിൾ സാക്ഷ്യപ്പെടുത്തി. ആ പഠനമാണ്, ആ ചിന്തയാണ്, ആ ഒരു ആലോചനയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ ഫൗണ്ടേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ തീയതി മുതൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന്, അത് ഏത് മേഖലയോ ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ദൈവം മറുപടി തരാൻ പോകുന്നു എന്ന ഒരു ആശയം എനിക്ക് നിങ്ങൾക്ക് കൈമാറാനുണ്ട്. ഏത് മേഖലയ്ക്കകത്താണോ ഒരു റിവൈവൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ ഇന്നത്തെ സന്ദേശത്തിനകത്ത് കാണുന്നു. ഏത് മേഖലയ്ക്കകത്ത് ഒരു റിവൈവൽ പരിശുദ്ധാത്മാവ്
നമ്മുടെ മേൽ കൊണ്ടുവരും. ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നാൽ, അല്ലെങ്കിൽ ആ പെന്തക്കോസ്തിൻ്റെ അനുഭവം വന്നാൽ, അപ്പോസ്തലപ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളാണല്ലോ. ശിഷ്യന്മാരിടുന്ന റൂമിനുള്ളിൽ അഗ്നി പിളർന്ന നാവുകൾ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വരികയും അവർ പുതുഭാഷകളിൽ സംസാരിച്ചു എന്ന് നാം വായിക്കുന്നത്. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, ഒരു പെന്തക്കോസ്തിൻ്റെ ശക്തി ഒരു മകൻ്റെ മേൽ, ഒരു മകളുടെ മേൽ, ഒരു വ്യക്തിയുടെ മേൽ, ഒരു സമൂഹത്തിൻ്റെ മേൽ വന്നാൽ, നിങ്ങളുടെ മേൽ വന്നാൽ പ്രധാനമായും 3 മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. 3 മേഖലകളിൽ, പ്രധാനമായും 3 മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഏതാണ് ആ 3 മേഖലകൾ, അല്ലെങ്കിൽ ആ 3 തലങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ അകത്തളത്തിനകത്തൊരു വലിയ മാറ്റം ആദ്യം നടക്കും. ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നിശ്ചയമായിട്ടും നമ്മുടെ ഉള്ളത്തിനകത്ത് നടക്കും. ആദ്യം നടക്കുന്നതും നടക്കേണ്ടതുമാകുന്ന ഒരു മാറ്റമാണ് ആന്തരികമാകുന്ന ഒരു പരിവർത്തനം. നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു റിവൈവൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ തന്നെ ഒരു റിവൈവൽ, ഒരു ഉണർവ്, ഒരു ജീവൻ, ഒരു ദൈവിക ഇടപെടൽ, ഒരു ദൈവിക ആരംഭം, ഒരു ബ്രേക്ക് ത്രൂ, ഒരു റിസ്റ്റോറേഷൻ, ഒരു റീകണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ, ആദ്യം സംഭവിക്കേണ്ട മാറ്റം എന്ന് പറയുന്നത് ഏതൊന്നിൻ്റെയും ഉള്ളറകൾക്കകത്താണ് ഡെലിവറൻസ് നടക്കേണ്ടത്. ഏതൊന്നിൻ്റെ ഉള്ളറകൾക്കകത്ത്. എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തട്ടോ മുട്ടോ വന്നോ എന്ന് വെക്കുക, എവിടെയെങ്കിലും എനിക്ക് നീരുണ്ടെന്ന് വെക്കുക, എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു നീരുണ്ട് എന്ന് വെക്കുക. അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കാണുകയോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു ഓയിൻമെൻറ്റ് മേടിച്ച് ഞാൻ പുരട്ടുകയോ ചെയ്താൽ, പ്രത്യക്ഷത്തിൽ അതെൻ്റെ പുറത്താണ് ഞാൻ പുരട്ടുന്നത് എങ്കിലും ആ മെഡിസിൻ ഉണ്ടാക്കിയ കമ്പനിയുടെ സ്റ്റഡീസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: ഇതിനകത്തുള്ള ഇന്ന കെമിക്കൽസ്, ഇന്ന മോളിക്യൂൾസ് നമ്മുടെ സുഷിരങ്ങൾക്കകത്തുകൂടെ ഉള്ളിലേക്ക് ചെന്ന് ആ ഉള്ളറകളിലുള്ള സ്വെല്ലിങ്, അല്ലെങ്കിൽ ആ ഭാഗത്തെ കേടുപാടുകൾ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ചതവുകളെയൊക്കെ ഇന്ന രീതിയിൽ ഹീൽ ചെയ്യും എന്നുള്ളൊരു സ്റ്റഡി റിപ്പോർട്ട് ആ മെഡിസിൻ ഇറക്കിയ കമ്പനി അതിൻ്റെ പുറകെ, അല്ലെങ്കിൽ ആ സ്റ്റഡീസ് അവർക്ക് അപ്രൂവൽ കിട്ടേണ്ടതിന് വേണ്ടി അവരുടെ സ്റ്റഡീസ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കൂ, ഒരു മെഡിസിൻ പോലും പുറമെയാണ് പുരട്ടുന്നതെങ്കിലും അതിൻ്റെ പണി നടക്കുന്ന അകത്താണ്. ആമേൻ. ഒരു മെഡിസിൻ, ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് മുഴുവനും അത് അകത്താണ്. കാരണം എന്താ? എന്തൊന്നും പൂർണ്ണമായി മാറണമെങ്കിൽ, ഏതൊന്നും പൂർണ്ണമായി ഒന്ന് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണി നടക്കേണ്ടത് പുറത്തല്ല, പണി നടക്കേണ്ടത് അകത്താണ്. പലതും നമ്മൾ വെച്ച് കെട്ടി ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനൊരു ഭാഷയുണ്ട്, പല രീതിയിലുണ്ട്. ഇനി എൻ്റെ സ്ലാങ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കൂ എന്ന് പറയും. ഇതേ രീതി തന്നെ വേറെയും പല വാക്കുകൾ ചേർത്ത് എന്താണെങ്കിലും കെട്ടിയാൽ മുഴച്ചിരിക്കും. മര്യാദയ്ക്കൊന്ന് തിരുമാതെ വെച്ച് കെട്ടിയാൽ അത് മുഴച്ചിരിക്കും. അതിന് വേണ്ട പരിഹാരം വരുത്താതെ വെച്ച് കെട്ടിയാൽ ഈ ഒരു പുറമേ ഉള്ളൊരു കെട്ട്, പുറമേ ഉള്ളൊരു ആശ്വാസം, പുറമേ ഉള്ളൊരു പൊതിയൽ, പുറമേ ഉള്ളൊരു മാസ്കിങ്, പുറമേ ഉള്ളൊരു മുഖംമൂടി, മോനെ അത് എങ്ങനെ വെച്ചാലും അകത്തിരിക്കുന്ന സാധനം പുറത്തേക്ക് തള്ളിയിരിക്കും. മനസ്സിലായോ? ചിലതിനെയൊക്കെ അമർച്ച ചെയ്യാതെ, ചിലതിൻ്റെയൊക്കെ വേര് പിഴുതെടുക്കാതെ, ചിലതിനെയൊക്കെ വെച്ച് തടകി പോയാൽ അകത്തിരിക്കുന്ന സാധനം ഇരുന്ന് പഴുക്കുന്നതല്ലാതെ അതിന് പൂർണ്ണമായൊരു പൊറുതി വരത്തില്ല. ഇന്ന് പെന്തക്കോസ്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് ചിലരിലേക്കൊന്ന് പകരുന്നത്, പെന്തക്കോസ്തിൻ്റെ ജീവൻ ചിലരിലേക്ക് ഇന്ന് ലക്ഷ്യമായി വരുന്നത്, ഈ സന്ദേശത്തിൻ്റെ ആദ്യ നടപടിയിൽ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നത് ഇതുപോലെ ഉള്ളങ്ങൾക്കകത്ത് പൊറുതി വരാതെ, ചിലതൊക്കെ അകത്തിരുന്ന് ഇൻഫെക്ഷനായി, ചിലതൊക്കെ അകത്തിരുന്ന് സെപ്റ്റിക്കായി, ചിലതൊക്കെ അകത്തിരുന്ന് വല്ലാത്ത അവസ്ഥയിലായി, ആമേൻ, 3-4 സ്റ്റേജുകൾ കടന്ന അവസ്ഥയിലായിട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലിരിക്കുന്ന ചിലരിലേക്ക് ഈ പെന്തക്കോസ്തിന്റെ ശക്തി ഇന്ന് കടന്നു വരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒരു രൂപാന്തരം.
നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിന്നെ ആള് മാറിയതുപോലെ ആക്കുന്ന ഒരു റിവൈവലിന് എല്ലാ സാധ്യതയുമുള്ളൊരു വ്യക്തിയാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുമായി സഹകരിക്കൂ. കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തിൻ്റെ ശക്തി, ഇപ്പൊ ഞാൻ വഹിക്കുന്നത് ഒരു പെന്തക്കോസ്തിൻ്റെ ശക്തിയാണ്. ഞാൻ ഒരിക്കലും കരുതുന്നില്ല അതൊരു മതമാണെന്ന്, അതൊരു സംഘടനയാണെന്ന്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഡിനോമിനേഷൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു അനുഭവമാണ്. എന്നാൽ പെന്തക്കോസ്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന ഒരു കൂട്ടർ കൂടി വരുമ്പോൾ അതൊരു കൂട്ടമാകും. അവരൊരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കും, അവരൊരുമിച്ച് വെളിപ്പാടുകൾ കൈമാറും, അവരൊരുമിച്ച് ദൈവസാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യും. അതൊരു കൂട്ടമാണ്. അതിനെ മനുഷ്യർ പല പേര് പറഞ്ഞ് വിളിക്കുന്നു. അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെന്ന ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ള ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങളെന്ന നിങ്ങളിൽ ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ള, നിങ്ങളെന്ന ഒരു വേറിട്ട ഒരു അനുഭവം, നിങ്ങളെന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മയത്വമുള്ള ഒരു മനുഷ്യനുണ്ടായിരിക്കണം. അകത്തെ മനുഷ്യൻ്റെ ശക്തിയോടെ ജീവിക്കുന്ന ഒരു വേറിട്ട മനുഷ്യൻ. ഒരു കൂട്ടത്തിലേക്ക് സാത്താൻ ഇങ്ങനെ തുറിച്ചു നോക്കുമ്പോൾ തിളങ്ങുന്ന ജ്യോതിഷുകളെ പോലിരിക്കും. അങ്ങനെ വേറിട്ടൊരു മനുഷ്യൻ ജീവിച്ചിരുന്നാൽ ഭൂമിയിലേക്ക് സാത്താൻ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുമ്പോൾ നോക്കും, എനിക്ക് ഇന്ന് ആരെ പിടിക്കാം, എനിക്ക് ആരെ ജീവിതത്തിൽ കയറാം, എനിക്ക് ആരുടെ നാവ് ഉപയോഗിക്കാം, എനിക്ക് ആരുടെ ഹൃദയത്തിനകത്ത് കയറാം, എനിക്ക് ആരെ കൊണ്ട് പാപം ചെയ്യിക്കാം, എനിക്ക് ആരെ വീഴ്ത്താം, എനിക്ക് ആരെ വശീകരിക്കാം, എനിക്ക് ആരെ തകർക്കാം, എനിക്ക് ആരെ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാം. അവനിങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യരുടെ നടുവിൽ തിളങ്ങുന്ന ജ്യോതിഷുകളെ പോലെ ഒരുവനെ കണ്ട് സാത്താൻ തിരിഞ്ഞോടണമെങ്കിൽ അവൻ ആ പട്ടണത്തിൽ, അവൻ ആ വീട്ടിൽ, അവൻ ആ ദേശത്തിൽ, അവൻ ആ സമൂഹത്തിൽ വേറിട്ട ആരാധന സ്വഭാവമുള്ളവനായിരിക്കും. നിങ്ങൾ വേറിട്ടൊരു ആരാധന സ്വഭാവമുള്ള വ്യക്തിയായി തീരട്ടെ. ഈ ആണ്ടിൽ നിങ്ങൾ വേറിട്ടൊരു ആരാധന സ്വഭാവമുള്ള, വേറിട്ടൊരു ആത്മഭാഷയിൽ സംസാരിക്കുന്ന, വേറിട്ടൊരു അഭിഷേകത്തിൽ ജീവിക്കുന്ന, വേറിട്ട ഒരു അനോയിന്റിങ് വഹിക്കുന്ന, വേറിട്ട ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി സാത്താന് നോക്കാൻ കിട്ടാത്ത, സാത്താന് തോണ്ടാൻ കിട്ടാത്ത, സാത്താന് വശീകരിക്കാൻ കിട്ടാത്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാഹകനായി ഹോളി സ്പിരിറ്റ് ഇന്ന് ഈ മീറ്റിങ്ങിലിരിക്കുന്ന ചിലരെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആദ്യം കൈ കൊടുക്കുന്നത് നിങ്ങളായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ യെസ്, ഞാൻ അതിന് കൈ കൊടുക്കുന്നു എന്ന് പറഞ്ഞേ. ആമേൻ. അങ്ങനെ ഒരു വ്യത്യസ്തരെ ദൈവം നിറയ്ക്കാൻ ആദ്യം എന്ത് ചെയ്തു? റൂമിനകത്തേക്ക് കയറ്റി. ഇനി എൻ്റെ കൂടെ വരണം കേട്ടോ. റൂമിനകത്തേക്ക് കയറ്റി. എവിടെ കയറ്റി? റൂമിനകത്തേക്ക് കയറ്റി. ഞാൻ ദൂത് പറയാം. ദൈവം ചിലത് പകരുന്നതിന് മുൻപേ നിന്നെ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുത്തും. ഹല്ലേലൂയ. അത് ചിലപ്പോൾ ജോലിയില്ലാണ്ടിരിക്കും, അത് ചിലപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ലാണ്ടിരിക്കും, അത് ചിലപ്പോൾ സുഖമില്ലാണ്ടിരിക്കും. ചില ഇന്ന് എന്തോ ഒരു വല്ലായ്മ പോലെ. അപ്പോൾ നമുക്ക് തോന്നും ഒരു മെസ്സേജ് കേൾക്കാം, അപ്പോൾ നമുക്ക് തോന്നും ഒന്ന് പ്രാർത്ഥിക്കാം, അപ്പോൾ നമുക്ക് തോന്നും ഒന്ന് ആരാധിക്കാം, അപ്പോൾ നമുക്ക് തോന്നും ഒന്ന് ബൈബിൾ വായിക്കാം. എന്തോ മറ്റൊന്നും ചെയ്യാൻ ഇന്നൊരു മൂഡില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പഴിക്കണ്ട, അന്നത്തെ ദിവസത്തെ ശപിക്കണ്ട, നിങ്ങളെ തന്നെ നിങ്ങൾ വിധിക്കണ്ട. ഇതിനകത്തെന്തോ ഒരു ദൈവിക പണി നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ മീറ്റിങ്ങിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ അതുപോലൊരു മാനസികാവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചറിയുക, എന്തോ ഒരു ദൈവത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാ. അങ്ങനെ ഇരുത്തുന്നവരെ ആ രീതിയിലെ ദൈവത്തിന് ചിലപ്പോൾ ഒതുക്കിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളെങ്കിൽ ദൈവം അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ബിസി മോഡ് ഇട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മളെ ഒന്ന് ഒതുക്കി ഇരുത്തിയാൽ, നമ്മളിന്ന് ഇരുന്ന് കിട്ടണമെങ്കിൽ, നമുക്കൊരു മേലാഴിക വരണമെങ്കിൽ, നമ്മളൊന്ന് ഇരുന്ന് കിട്ടണമെങ്കിൽ, നമുക്കൊരു മൂഡ് സ്വിങ് വരണമെങ്കിൽ ദൈവം അങ്ങനത്തെ ഒരു കാറ്റടിപ്പിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം ഒന്ന് ഇരുന്ന് കിട്ടണം. അല്ലാതെ മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇരിക്കാത്തവരുണ്ട് ഇതിനകത്ത്. ഒന്നിരിക്കടാ, ഒരു 3 ദിവസം ഫാസ്റ്റ് ചെയ്യടാ, ഒന്നിരിക്കടാ, ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കടാ, ഒന്ന് വാടാ, ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്. ഒന്ന് ബൈബിൾ വായിക്കടാ, ഒരു ഞാൻ ആലോചന കൈമാറട്ടടാ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരുണ്ട്. കാരണം എന്താ? ബിസി.
ബിസിയാണ്. നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ടായിരിക്കും, നമ്മുടെ അവസ്ഥ കൊണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിന് ചില കാര്യങ്ങൾ കൈമാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഈ ഭൂമിയിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് കിട്ടണം. അങ്ങനെ നിറയ്ക്കാൻ കർത്താവ് ഒരു കൂട്ടത്തെ മാറ്റി റൂമിനകത്തേക്ക് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അപ്പോൾ ആ നാൾ വരുന്നു എന്നുള്ളത് ഒരു തിരിച്ചറിവും, ആ നാളിലേക്ക് വേണ്ടി ഒരുങ്ങി എന്നുള്ളതൊരു പ്രിപ്പറേഷനും, അതിനുവേണ്ടി ഇരുന്നു എന്നുള്ളതൊരു അനുസരണവുമാണ്. ഇന്ന് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ആ നിലകളിൽ ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തോ ചിലത് ദൈവത്തിങ്കിൽ നിന്ന് സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടെ, എന്തോ ദൈവം എൻ്റെ മേൽ ചിലത് ചില നിയോഗങ്ങൾ കൈമാറണമെന്ന പ്രാർത്ഥനയോടെ, ദൈവം എൻ്റെ ലൈഫിൽ ഒന്ന് ഇടപെടണം, ഈ ആണ്ടിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒന്ന് ഇടപെടണം, ഈ മാസം എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണം, ശേഷിക്കുന്ന നാളുകൾക്കകത്ത് എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒന്ന് കൈവെക്കണം, ദൈവം ഒന്ന് അതിൻ്റെ മേൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെ തയ്യാറെടുപ്പോടിരിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. ഈ നാളുകളിൽ അങ്ങനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന താങ്കളാണ് റൂമിനകത്തിരിക്കുന്നത്, അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന താങ്കളാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന താങ്കളാണ് ചില തീരുമാനങ്ങൾക്കകത്ത് എത്തിയിരിക്കുന്നത്. ദൈവം ചിലത് പകരുന്നതിന് മുൻപേ റൂമിനകത്ത് ഇരുത്തിയവരാണ് അപ്പോസ്തലന്മാരായി പിന്നെ പുറത്തു വന്നത്, ദൈവവേലക്കാരായി പുറത്തു വന്നത്, ആത്മവാഹകരായി പുറത്തു വന്നത്, പുതുഭാഷ സംസാരിക്കുന്നവരായി പുറത്തു വന്നത്. ഒറ്റ വാക്കിലങ്ങ് നിർത്തിയേക്കാം, പുതിയ ഫലങ്ങളുള്ളവരായി പുറത്തു വന്നത്. ഞാൻ പ്രവചിക്കുന്നു, ദൈവം ഇന്നൊരു പകർച്ച നിങ്ങളുടെ മേൽ പകരുന്നതിന് മുൻപേ നിലനിൽക്കുന്ന എല്ലാ പഴമകളും ദൈവത്തിന്റെ പകർച്ചയ്ക്ക് ശേഷം കാണത്തില്ല. എല്ലാ പഴമകൾ, നിന്നെ ഭരിക്കുന്ന പഴമകൾ, നിങ്ങളെ ഭരിക്കുന്ന പാരമ്പര്യങ്ങൾ, നിങ്ങളെ ഭരിക്കുന്ന ആശങ്കകൾ, നിങ്ങളെ ഭരിക്കുന്ന ഏതൊരു ചിന്തയും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന, ഐശ്വര്യം കെടുത്തുന്ന, നല്ല സ്വഭാവത്തെ കെടുത്തുന്ന, ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ഒരു പഴമകളും ദൈവത്തിന്റെ പകർച്ചയ്ക്ക് ശേഷം, ഒരു പെന്തക്കോസ്തിന്റെ ശക്തിയുടെ പകർച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ മേൽ കാണത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ പറയുന്നത്. അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ വണ്ടി ഓടിച്ചുകൊണ്ട് നിന്നപ്പോഴല്ല, അവർ ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല, അവർ കിച്ചണിൽ നിന്നപ്പോഴല്ല, അവരെ ഇരുത്തി. ഞാനിത് ആർക്കാണ് ഈ ദൂത് കർത്താവ് ഒരുക്കുന്നത്, അതായത് ഈ ഒരു പദം ആർക്കാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലാകുന്നു, ജോലിയില്ലാതെയും പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാതെയും എൻ്റെ ഈ ജീവിതം ഇതാർക്ക് വേണ്ടിയാ കർത്താവേ എന്ന് ചിന്തിക്കുന്നവരെയും, അല്ല ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഉണർന്ന് രാത്രി ആയി കിടന്നുറങ്ങി, പിന്നെയും ഒരു ദിവസം രാവിലെ ഉണർന്ന് രാത്രിയായി, അങ്ങനെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ എന്നാൽ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, എന്നാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി ഒരു പ്ലാനിങ് കിട്ടാത്ത ചില വ്യക്തികൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അധികമായി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവാലോചന ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി അതിലൊരാളാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൂതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൂത്. നിങ്ങളെ ദൈവം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മറന്നിട്ടിരുത്തിയതല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് മാർക്കറ്റിൽ പോകുന്നു. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും, നമ്മൾ എത്ര പരിചയക്കാരെ കണ്ട് സംസാരിക്കുന്നവരാണെങ്കിലും, നമ്മുടെ ഒരു ശ്രദ്ധയും നമ്മുടെ ഒരു ഹോൾഡും നമ്മുടെ മക്കളുടെ മേലില്ലാതിരിക്കുമോ? അതോ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് എന്നാ പിന്നെ ശരി നാളെ കാണാട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ കാർ എടുത്ത് വീട്ടിൽ പോകും, കൊച്ചിനെ മാർക്കറ്റിൽ ഇട്ടിട്ട് പോവുമോ? പോവില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവവും. നമ്മളെ കുറച്ച് സമയം ദൈവം ഒരിടത്ത് വെച്ചേച്ചാലും ഒരിടത്ത് ഇരുത്തിയാലും ദൈവത്തിൻ്റെ ശ്രദ്ധയും ദൈവത്തിൻ്റെ ഒരു ഹോൾഡും മാറ്റിയിരുത്തിയിരിക്കുന്ന നിൻ്റെ മേലുണ്ട്. നിന്നെ ദൈവം വേറിട്ടിരുത്തിയേക്കുന്നതാണ്. എപ്പോഴും വ്യത്യസ്തത പുലർത്താനുള്ളവനെ ദൈവം വേറിട്ട് നിർത്തും. അവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയൊക്കെ ദൈവം നിർത്തുന്നതല്ല, സമൂഹം ഒറ്റപ്പെടുത്തും. അവനെ ചിലപ്പോൾ വീട്ടുകാർ കുറ്റപ്പെടുത്തും. അവനെ ചിലപ്പോൾ മനസ്സിലാക്കേണ്ടവർ പോലും മനസ്സിലാകാതെ സംസാരിച്ചെന്നിരിക്കും. അവരെ ചിലപ്പോൾ ആ സമയം നമ്മൾക്കൊരു ആശ്വാസമെന്ന് കരുതുന്നവർ പോലും ആ സമയം നമ്മളെ പഴിച്ചു എന്നിരിക്കും.
നമ്മൾ വിചാരിക്കുന്ന ആരും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്തില്ല എന്ന് വരും, നമുക്ക് വേണ്ടി ആരും ഒന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് വരും എന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ ഹോൾഡ് ഇല്ലാതാകുന്നില്ല. ദൈവത്തിൻ്റെ ഹോൾഡ് നമ്മുടെ ലൈഫിൽ ഇല്ലാതാകുന്നില്ല. പെറ്റമ്മ പോലും നമ്മളെ മറന്നാലും, പെറ്റമ്മ നിന്നെ തള്ളി നൊന്ത് പ്രസവിച്ചവൾ പെറ്റമ്മ നിന്നെ മറന്നാലും ഒരു നാളും, അത് തിങ്കളാകട്ടെ ചൊവ്വയാകട്ടെ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, ഏത് ദിവസമാണ്, ഒരു നാളും അത് 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. എൻ്റെ ഇവിടെ തിരുവനന്തപുരത്ത് 31-ാം തീയതി വരെ ഉള്ള കലണ്ടറെ ഞാൻ കണ്ടിട്ടുള്ളൂ. 32 എന്നൊരു തീയതി ഞാൻ കണ്ടിട്ടില്ല. ആ 31-ാം തീയതി വരെയും ഒരു നാളും നിന്നെ ദൈവം കൈവിടത്തില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്, പ്രോമിസാണ്. അത് പെറ്റമ്മ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല, പെറ്റമ്മ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളിക്കളയത്തില്ല. കാരണം മാറ്റി ഇരുത്തിയേക്കുന്നതും വേറിട്ട് നിർത്തിയതും വ്യത്യസ്തമായ ഒരു അഭിഷേകം പകർന്നതും നിന്റെ മേലാണ്. അതുകൊണ്ടാണ് യോസേഫിനെ തൻ്റെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞത്. യോസേഫിനെ തള്ളിയെന്ന് മാത്രമല്ല, എടുത്ത് പൊട്ടക്കിണറ്റി ഇട്ട് കളഞ്ഞു. പൊട്ടക്കിണറ്റി ഇട്ടു എന്ന് പറഞ്ഞ അഭിഷേകമുള്ള നീ പൊട്ടനാവോ? എൻ്റെ ചോദ്യം അതാണ്. ഈ പൊട്ട സാധനങ്ങൾ ഇടാനാണല്ലോ പൊട്ടക്കിണർ. വെള്ളമില്ലാത്ത കിണറും ഉപയോഗശൂന്യമായ കിണറാണല്ലോ പൊട്ടക്കിണർ. എടുത്ത് മനുഷ്യരെടുത്ത് ഇട്ടു എന്ന് പറഞ്ഞ് നീ പൊട്ടനാവുമോ? ദൈവം പകർന്നതിനെ പൊട്ടക്കണ്ടി ഇടാൻ പറ്റുമോ? ദൈവം നിക്ഷേപിച്ചതിനെ പൊട്ടക്കണ്ടി ഇട്ട് മൂടാൻ പറ്റുമോ? ദൈവം കൊണ്ട് നടക്കുന്നവനെ പൊട്ടക്കണ്ടി ഇട്ടു എന്ന് പറഞ്ഞാൽ അവൻ പൊട്ടനാവോ? ഇല്ല. അവനെ ഇട്ടവൻ തന്നെ വലിച്ചു കയറ്റേണ്ടി വരും. ആരെങ്കിലും അതിനുവേണ്ടി ഇടയിൽ സംസാരിക്കാനുണ്ടാവും. അവനെ വലിച്ചു കയറ്റണമെന്ന് ഇടയിൽ സംസാരിക്കാൻ ഒരുത്തനെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, പൊട്ടനെന്നും കഴിവില്ലാത്തവനെന്നും ബുദ്ധിമാന്യം സംഭവിച്ചവനെന്നും ദൈവം ഇല്ലാത്തവനെന്നും ദൈവം പോലും തള്ളിയവനെന്നും നിങ്ങളെ നോക്കി ഈ ജീവിത കാലയളവിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന, വേറിട്ട് ദൈവം ഇരുത്തിയിരിക്കുന്ന ഈ നാളുകളിൽ ഒരു ഒറ്റപ്പെട്ടതുപോലെ എന്ന് തോന്നത്തക്കവണ്ണം ദൈവം മാറ്റി വെച്ചിരിക്കുന്ന ഒരു ശേഷിപ്പായ ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, മനുഷ്യൻ പറഞ്ഞാൽ നീ അതാകത്തില്ല, മനുഷ്യൻ പൊട്ടക്കിണറ്റിലിട്ടാൽ നീ പൊട്ടനാകത്തില്ല, മനുഷ്യൻ പറഞ്ഞാൽ നീ ദൈവം ഇല്ലാത്തവനാകത്തില്ല, മനുഷ്യർ ശപിച്ചാൽ നീ ശാപഗ്രസ്തനാകത്തില്ല. ദൈവം നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ യോസേഫെ, ഇന്നവർ പൊട്ടക്കിണറ്റിൽ ഇട്ടു എന്നുണ്ടെങ്കിൽ നാളെ നിന്നെ അവർ ഗവർണറുടെ കസേരയുടെ മുന്നിൽ വന്ന് കാണേണ്ടി വരും. നീ ഇരിക്കുന്ന ചേംബറിൽ വന്ന് നിന്നെ അവർ കാണേണ്ടി വരും. നിന്റെ മുമ്പിൽ അവർ അന്നസഞ്ചിയുമായി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പരിശുദ്ധാത്മാവ് ആരോടോ വളരെ ശക്തമായി പറയുന്നു. ഞാൻ ആ ദൂതിന്റെ ക്ലാരിറ്റി തരാം. ഇന്ന് പൊട്ടക്കിണറ്റിൽ എന്ന് വിരൽ ചൂണ്ടിയവരുടെ കൈ നീട്ടി നിന്റെ കയ്യിൽ നിന്നൊരു നന്മ വാങ്ങുന്ന ഒരു കാലം വരുന്നു. ഇന്ന് നിന്നെ ശപിച്ചവർ നിന്റെ മുമ്പിൽ വന്ന് നീ കൊടുക്കുന്ന നന്മ സന്തോഷത്തോടെ, കണ്ണുനീരോടല്ല, അവർ സന്തോഷത്തോടെ തന്നെ വാങ്ങണം. അവർ ചിരിച്ചോണ്ട് തന്നെ വാങ്ങണം. എങ്കിലേ നിന്നെ ദൈവം ഏത് നിലയിൽ എത്തിച്ചു എന്ന് ചിലർ തിരിച്ചറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് എടുത്തു പറയാൻ ഒന്നും നിങ്ങൾക്ക് കാണത്തില്ല. ഇന്ന് എടുത്തു പറയാൻ ഒന്നും നിങ്ങൾക്ക് കാണത്തില്ല. ഇന്ന് മാറ്റിവെക്കാൻ പോലും ഒന്നും ഇല്ലാത്ത സാഹചര്യമായിരിക്കാം. പക്ഷെ ദൈവം അനുഗ്രഹിച്ച ഭക്തനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കത്തക്ക വണ്ണം ഒരു ഹൃദയവും ഒരാത്മാവും ഒരു സമൃദ്ധിയും ഒരു അഭിഷേകവും ഒരു മനസ്സും ഉള്ളവനാക്കി മാറ്റുന്ന ശക്തി അത്രേ പെന്തക്കോസ്തിന്റെ ശക്തി. പിശുക്കിന്റെ ആത്മാവല്ല പെന്തക്കോസ്തിന്റെ ശക്തി. പെന്തക്കോസ്തിന്റെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിശുക്കുണ്ടെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ആത്മാവല്ല പെന്തക്കോസ്തിന്റെ ശക്തി. അംഗീകരിക്കാൻ ബൈബിൾ സംബന്ധമായി ബുദ്ധിമുട്ടുണ്ട്. കാരണം അപ്പോസ്തലന്മാർ അംഗീകരിച്ചില്ല, അനന്യാസിനെ സഫീറെ അംഗീകരിച്ചില്ല. അവർ പെന്തക്കോസ്തിന്റെ ആത്മാവുള്ളവരാ. അവർ വേറിട്ട ആത്മാവിനകത്ത് ജീവിക്കുന്നവരും അങ്ങനെ ഒരു കൂട്ടത്തോടു കൂടെ അസോസിയേറ്റ് ചെയ്തവരാണ്. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് അവർ തള്ളി. കാരണം എന്താ? പെന്തക്കോസ്തിന്റെ അനുഭവം ഉള്ള വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട് കേട്ടോ. പെന്തക്കോസ്തിന്റെ ശക്തിയും കുറച്ച് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പത്രോസ് അവരെ ആ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. ആ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളല്ല രണ്ടാമത് കയറി വന്നത്. കാരണം ആ യാത്ര മധ്യ വേറെ സാധനം അവർ കയറി. എന്തോ കയറി? കള്ളം കയറി, പിശുക്ക് കയറി.
ആർത്തി കയറി, എല്ലാം കയറി. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പെന്തക്കോസ്തിന്റെ ശക്തി വഹിക്കുന്നവരാണ്, പക്ഷേ വഹിക്കുന്നു എന്ന് പറയുന്ന നിന്റെ ഉള്ളിൽ ഇപ്പം ഇരിക്കുന്ന സാധനം വേറെയാണ്. കുറെ അവരെ വീണ് ചത്തില്ലേ, പോട്ടെ, ആ ഭാഗം അങ്ങ് പോട്ടെ. പെന്തക്കോസ്തിന്റെ ശക്തി വഹിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതും ഉള്ളിൽ ഉണ്ടായി കൂടാത്തതുമാകുന്ന ചിലതുണ്ട്. അതും ബൈബിൾ രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ നിൽക്കുന്നുള്ളൂ. എന്തുവാ? പെന്തക്കോസ്തിന്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, അനുഭവം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, അവൻ്റെ അകത്തളത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാവും. ആദ്യം സംഭവിക്കേണ്ടത് അകത്തളത്തിലാണ്. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത്. ചിലതിന്ന് വല്ലാതെ നിങ്ങളെ ഒരു ഡിസ്കളറേഷൻ, ഒരു ഡിസ്ഫിഗറേഷൻ നിങ്ങളിൽ വരുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു മുഴ പോലെ, ഒരു വേദന പോലെ, ഒരു തള്ളലായി നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പുറത്ത് വെച്ച് കെട്ടുന്ന പണിയല്ല, അതിൻ്റെ ഡീപ്പ് റൂട്ടഡായിട്ട് അതിൻ്റെ കാര്യകാരണം സഹിതം വിവേചിച്ചറിഞ്ഞ് അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് പൂർണ്ണമാകുന്നൊരു ഹീലിംഗ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിച്ചിരിക്കും. അകത്തളത്തിൽ ഒരു വ്യക്തിയുടെ മേൽ മാറ്റം പെന്തക്കോസ്തിൻ്റെ ശക്തി വന്ന് നിറയുമ്പോൾ സംഭവിക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം, അവരിൽ നിന്ന് ഭയം നീങ്ങും. രണ്ടാമത് അവിടെ റീപ്ലേസ് ചെയ്യുന്ന സാധനം ധൈര്യമാണ്. നിങ്ങളുടെ മക്കളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയും എന്തിനെങ്കിലും ഒരു ഭയമുണ്ടെങ്കിൽ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയം, യാത്ര ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയം, രാത്രി ഭയം, ലൈറ്റ് ഓഫ് ചെയ്യുന്നത് ഭയം, സ്വപ്നങ്ങൾ ഭയം, സ്ട്രേഞ്ചർ ഫിയർ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിനകത്താണെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ മേലൊരു പെന്തക്കോസ്തിൻ്റെ ശക്തി അയക്കണമേ. കാരണം ഒരേ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു റീപ്ലേസ്മെന്റ് നടക്കുകയാണ്. ഭയം എന്നതിനെ മാറ്റി ധൈര്യം എന്നതിനെ അവിടെ റീപ്ലേസ് ചെയ്യും. റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലാണ്, ഏതൊരു തലങ്ങളിലാണ് ഒരു മാറ്റം, ഒരു റിവൈവലിന് വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിലും, ഈ ശക്തി അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിലവിൽ അവിടെ ഉള്ള ആ സാധനത്തിനെ എടുത്തു പൂർണ്ണമായി നശിപ്പിച്ച് കളഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ രാജ്യം ഭരണമേറ്റെടുക്കും. അത് നിങ്ങളുടെ സമ്പത്തിൻ്റെ മേലാകാം, ബന്ധങ്ങളുടെ മേലാകാം, നിങ്ങളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കാം, നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, നിങ്ങളുടെ തൊഴിലിടങ്ങളിലായിരിക്കാം, രാജ്യത്തിലായിരിക്കാം, നിങ്ങളുടെ എന്തിൻ്റെ മേലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് ദൈവം ചിലത് റീപ്ലേസ് ചെയ്യും. ഞാൻ ആത്മാവിലൊരു ദൂത് നിങ്ങളോട് പറയാം. ഇന്ന് ഈ ആത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ നിലവിലുള്ള നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഞെരുക്കുന്ന, നിങ്ങളെ ടോർമെന്റ് ചെയ്യുന്ന, നിങ്ങളെ ശല്യം ചെയ്യുന്ന, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വപ്നങ്ങളിൽ പോലും വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ചിലതിനെ ദൈവം റീപ്ലേസ് ചെയ്ത് അവിടെ ദൈവത്തിൻ്റെ രാജ്യത്തെ സ്വർഗം പണിതിരിക്കും. നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ? പക്ഷെ ഞാൻ വിശ്വസിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ സ്പിരിച്വൽ ഗൈഡൻസിന്, എൻ്റെ സ്പിരിച്വൽ ലൈഫിന്, എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ്സിന് വിരോധമായി നിൽക്കുന്ന, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്ന എന്തൊന്നും ദൈവം റീപ്ലേസ് ചെയ്യും. ഹല്ലേലൂയ. റീപ്ലേസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ അത് നമ്മുടെ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, അകത്തളങ്ങളിൽ ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കുറ്റബോധങ്ങളും, അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അയ്യോ എനിക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അയ്യോ എനിക്ക് ഈ മാസവും ഇങ്ങനെ സംഭവിച്ചല്ലോ, ഈ രീതിയിലുള്ള കുറ്റബോധങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറും. നിങ്ങൾക്കൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ആ സമയം നിങ്ങൾക്ക് തോന്നിയില്ല, നിങ്ങൾ ചെയ്തില്ല, പുള്ളി നിങ്ങളുടെ മുമ്പിൽ നിന്ന് അങ്ങ് പോയി. ഇന്ന് ആ നിലകളിൽ കുറ്റബോധം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറ്റബോധത്തെ, അത് നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധമായിട്ടിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ചെയ്തത് തെറ്റാണ്, നമ്മൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു, നമുക്ക് ആ വ്യക്തിയെ ഒന്ന് സഹായിക്കാമായിരുന്നു, നമുക്ക് ആ വ്യക്തിയുടെ കോൾ ഒന്ന് എടുക്കാമായിരുന്നു, ആ സമയം നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി
അല്ലെങ്കിൽ ഫോർച്യുനേറ്റ്ലി നമുക്കത് സാധിച്ചില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ മായാത്ത ഒരു പാപവും ഇല്ല എന്ന് പഠിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ വർഷങ്ങളായി ഒരേ ഓർമ്മകൾ, ഒരേ ചിന്ത, ഒരേ കാര്യം ഇങ്ങനെ ഭരിച്ച് നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും വന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവമല്ല. അപ്പോൾ ചില കുറ്റബോധങ്ങൾ നമ്മിലത്തെ ആത്മീയ ഉണർവിനെ, എനർജിയെ, ബോധ്യങ്ങളെ, ശക്തിയെ, സാധ്യതകളെ ബാൻ ചെയ്ത് നിർത്തും. അതിനകത്തൊരു ജയമുണ്ടാകും, ഒരു പെന്തക്കോസ്തിൻ്റെ ശക്തി, കാരണം നമ്മുടേക്ക് വരുന്ന ഒരു ആത്മീയ ജീവനാണ്. ദൈവത്തിൻ്റെ ജീവൻ തന്നെ നമ്മിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ നമ്മിലേക്ക് വരുമ്പോൾ ആത്മീയമാകുന്ന മരണമുണ്ടാക്കുന്നതെല്ലാം എന്നിൽ നിന്ന് റീപ്ലേസ് ചെയ്തേ പറ്റൂ. ആ ജീവൻ എന്നിൽ റീപ്ലേസ് ചെയ്തേ പറ്റൂ. ഞാൻ ആ മേഖലകളിലേക്ക് തൊടുകയാണ്. ഇന്ന് ആ നിലയിലുള്ള കുറ്റബോധത്തിൽ, ആ നിലയിലുള്ള ചില ഓർമ്മകളിൽ, ആമേൻ, എനിക്കിങ്ങനെ സംഭവിച്ചു, എനിക്കിങ്ങനെ പറ്റിപ്പോയി, എനിക്ക് മാത്രം, അയ്യോ വീണു, അയ്യോ നശിച്ചു, ദൈവം കളഞ്ഞു, ദൈവം കണ്ടില്ല, ദൈവം എന്ന് പറഞ്ഞ് ആ നിലയിലൊരു സെൽഫ് കണ്ടംനേഷനിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വയം കുറ്റപ്പെടുത്തലായിട്ട്, സ്വയം വിധിക്കുന്ന വ്യക്തിയായിട്ട്, ആ നിലകളിൽ ആന്തരികമായ ഒരു യുദ്ധം അനുഭവിക്കുന്ന, ഒരു അകത്തളത്തിൽ യുദ്ധം അനുഭവിക്കുന്ന, അതുകൊണ്ട് തന്നെ ആത്മീയ ഉത്സാഹം നഷ്ടപ്പെട്ട, ആത്മീയ മരണം പോലത്തെ ഒരു ജീവിതം ജീവിക്കുന്ന, ഒരാരാധനയിൽ ചെന്നിരുന്നാലും കൈയടിക്കാനോ പാടാനോ സ്തുതിക്കാനോ ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ ഒന്നും പറ്റാത്ത നിലയിൽ ഒരാത്മീയ മരണത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ, സ്വർഗം ഇന്ന് നിങ്ങളെ തേടി തൻ്റെ ആത്മാവായി വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവായി വന്ന് നിങ്ങളിലത്തെ ആത്മീയ മരണത്തെ റീപ്ലേസ് ചെയ്ത് ഒരു നവജീവൻ, ഒരു പെന്തക്കോസ്തിന്റെ ശക്തി, ഒരു പുതിയ അനുഭവം ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് റീപ്ലേസ് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. വിശ്വസിക്കാൻ പാകത്തിനുള്ളവരുണ്ടോ? ഇത് ദൂതേറ്റെടുക്കാൻ കെൽപ്പുള്ളവരുണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ അകത്തളങ്ങളിൽ മാറ്റം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അകത്തളത്തെ മാറ്റം നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, ഒരു ആന്തരികമാകുന്ന ഒരു അഭിഷേകം നമ്മിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടാവും. ഭാഷകൾ മാറും, നമ്മുടെ ഭാഷകൾ മാറും. ഞാൻ നിങ്ങളിൽ ചിലർ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊഫറ്റിക് മൂഡ് വരത്തില്ലല്ലോ. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭാഷക്കാരുള്ള, ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത, നിങ്ങൾക്ക് പോകാൻ പോലും കഴിയുമെന്ന് കരുതാത്ത ചില ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ മൂവ് ചെയ്യിക്കും. ആമേൻ. പരിശുദ്ധാത്മാവേ, ദൂത് ഞാൻ വ്യക്തിപരമായും സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്നത് ലൈവായിട്ട് ഹോളി സ്പിരിറ്റ് എൻ്റെ ഉള്ളത്തിൽ തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വ്യക്തിപരമായി ഞാൻ ആ ദൂതും സ്വീകരിക്കും, ഞാൻ വിശ്വസിക്കും. കാരണം എൻ്റെ ഉള്ളിലൊന്നും പഠിച്ച കാര്യങ്ങളല്ല ഇരിക്കുന്നത്. എനിക്കെല്ലാം കർത്താവ് എല്ലാ സമയവും പുതിയതായി തരുന്ന കാര്യങ്ങളാണ്. ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്, ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കൊന്ന് നോക്കി എടുത്ത് എഴുതി വെച്ച് നമുക്കത് സ്യൂട്ടാവില്ല. എൻ്റെ രീതിക്ക് അത് സ്യൂട്ടാവില്ല. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ രീതി അനുസരിച്ച് എനിക്കത് പറ്റില്ല. എനിക്ക് ചെയ്യുന്നെങ്കിൽ വൃത്തിയായി ചെയ്യണമെന്ന തീരുമാനക്കാരനാണ്. അത് 10 മിനിറ്റ് ഒരു മെസ്സേജ് ഉള്ളൂ. അത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നുള്ളൊരാഗ്രഹമാണ് ഉള്ളിലുള്ളതെങ്കിലും എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എല്ലാവരും ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരല്ല. എങ്ങനെയെങ്കിലും കേൾക്കുന്നവരുണ്ട്, അതിനകത്തുനിന്ന് ഇന്ന് എന്നോട് സംസാരിക്കാനുള്ള എന്തുണ്ടെന്ന് നോക്കുന്നവരുണ്ട്, ഇതിനകത്തുനിന്ന് എനിക്കെടുക്കാൻ ഇപ്പോൾ എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റി എന്തുണ്ടെന്ന് നോക്കുന്നവരുണ്ട്, ഇവൻ എന്തുവായിരുന്നു പറയുന്നേ എന്ന് നോക്കുന്നവരും ഉണ്ട്. ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ.
എല്ലാവരെയും ആ സന്ദേശം തുടരണമെന്ന് എനിക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. അവൻ എന്ത് വിതയ്ക്കുന്നു അതല്ലേ അവർക്ക് കൊയ്യാനൊക്കത്തുള്ളൂ. ഇവൻ എന്തുവായിരുന്നു പറയുന്നത് നോക്കട്ടെ എന്ന് പറയുന്നവന് അങ്ങനെ ഉള്ളൂ. എന്നാൽ ഇതിനകത്തുനിന്ന് എനിക്ക് എന്തുണ്ട് എന്നെടുക്കുന്നവൻ അതിനകത്തുനിന്ന് എടുക്കാൻ ഉണ്ടാവും, ഒന്നെങ്കിലും ഉണ്ടാവും. ഈ ഫിലിപ്പോസ് വന്ന് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം അങ്ങോട്ട് ആത്മാവിൽ വിവരിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഷണ്ണൻ്റെ നോട്ടം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആ മനുഷ്യൻ്റെ നോട്ടം എന്താണെന്ന് വെച്ചാൽ എവിടെ വെള്ളമുണ്ട്. കാരണം ഈ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നതും അദ്ദേഹത്തിന് തിരിയാത്തത് കൊണ്ട് ഫിലിപ്പോസിനെ കർത്താവ് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് ആത്മാവിലെടുത്തുകൊണ്ട് വന്നു. ആത്മാവിൽ കൊണ്ടുവന്ന് കൈമാറിയ ദൂതും കൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത നോട്ടം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും തല മുക്കാനെങ്കിലും വെള്ളമുണ്ടോ. ഈ അന്വേഷിച്ച് നടക്കുന്നവന്റെ കണ്ണിൽ കാണാതിരിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ കന്ദകാരാജ്ഞിയുടെ ജോലിക്കാരന് ഷണ്ണന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കിയിട്ടൊരു വെള്ളം മാറ്റി വെച്ചിരുന്നു. ആ റൂട്ട് വഴിയായിരുന്നു അന്നത്തെ യാത്ര. അവിടെ അങ്ങോട്ട് ഫിലിപ്പോസിനോട് പറയുക, ദാ ഇരിക്കുന്നു വെള്ളം, ഇനി സ്നാനത്തിന് തടസ്സം എന്താ എന്ന് പറയുന്ന പോലെ നിങ്ങൾ നോക്കിയിരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങൾ ഏതു മനോഭാവത്തോടെ നിങ്ങൾ ഇരിക്കുന്നോ നിങ്ങൾക്കെടുക്കാൻ നിങ്ങളുടെ കണ്ണിന് കാണത്തക്ക ഭാഗത്തിന് നിങ്ങളുടെ ആത്മാവിന് സ്യൂട്ടാകുന്ന രീതിയിൽ കർത്താവ് ചിലത് മാറ്റി കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് ലൈവായിട്ടാണ് പറയുന്നത്. കർത്താവ് എന്നോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത, പോകാൻ ഒരു സാധ്യതയില്ലാത്ത, ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, ഈ ആത്മീയ ശുശ്രൂഷ ഞാൻ ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത, ഒരു സാധ്യതയുമില്ല ഞാനിത് ചെയ്യാൻ. പക്ഷെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മഹാഭയത്തോടെ പറയട്ടെ, ആശ്ചര്യകരമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുള്ള ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത, പ്രത്യേകിച്ച് അതിന് അങ്ങനെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരാൻ സാധ്യതയില്ലാത്ത, എന്നാൽ നിങ്ങൾ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുള്ള, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഈ സമയം അങ്ങനെയുള്ളൊരു അനോയിൻറ്റിങ് ഇതിൻ്റെ മധ്യത്തിൽ വ്യാപിക്കുകയാണ്. അതിന് എന്ത് വഴി തടസ്സം ഉണ്ടെങ്കിലും, എന്ത് ഡോക്യുമെൻ്റ് തടസ്സം ഉണ്ടെങ്കിലും, എന്തൊരു ഹോപ്പില്ല എന്ന് പറയുന്ന വാക്കുകളുണ്ടെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. സ്വർഗീയ വഴികൾ തുറക്കപ്പെടട്ടെ, ഒരു ഓപ്പൺ ഡോർ തുറക്കപ്പെടട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. പെന്തക്കോസ്തിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, അത് കർത്താവ് പറഞ്ഞ വാക്കാണല്ലോ, ദൂത് കണക്റ്റ് ആവുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്ന് പറയുമ്പോൾ അവിടെ വിസായുണ്ടോ, അവിടെ നമുക്ക് ചെല്ലാൻ ഓപ്പണിംഗ് ഉണ്ടോ, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, കഴിവുണ്ടോ, ഭാഷ അറിയാമോ, ഇതൊന്നും അവിടുത്തെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ഇതാണ്. ഇത് അവിടുത്തെ വിഷയമല്ല, ഇത് ഇവിടുത്തെ വിഷയമാണ്. ഇവിടുത്തെ വിഷയം നീ ആത്മാവിനകത്താണോ എന്നുള്ളതാണ്. നീ ആത്മാവിനകത്താണോ എന്നുള്ളതാണ്. വേറൊരു തലം തുറന്ന് നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്പിരിറ്റിൽ തിരിച്ചറിയുന്നുണ്ട്. വേറൊരു അറ്റ്മോസ്ഫിയറോട് ഓപ്പണായി നിൽക്കുന്നത്. നമ്മുടെ വിഷയം എപ്പോഴും ഇതേ ഉള്ളൂ കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഇതേ അറിയാവൂ. എപ്പോഴും ഞാൻ ആത്മാവിനകത്താണോ എന്നുള്ളതാണ് വിഷയം. കാരണം ഇത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. ഒരു സംശയമില്ല ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ. നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആത്മാവിൽ ഫുൾ ഫയറായിട്ട് പവറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സഡൻലി നമ്മൾ പോലും അറിയാതെ, നമ്മുടെ മനസ്സ് പോലും അറിയാതെ സഡൻലി ജഡത്തിൽ സ്വിച്ച് ആയിട്ടില്ലേ? സഡൻലി ജഡത്തിൽ സ്വിച്ച് ചെയ്യും. സഡൻലി. കാരണം ഒരേ സമയം യുദ്ധഭൂമിയിലാണ് ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്നത്. ഈ ജഡ ശരീരത്തിനകത്ത് വസിക്കുന്ന ഒരാത്മ മനുഷ്യനാണ് ഞാൻ നിങ്ങളും. അപ്പോൾ ഈ സാധനം പെട്ടെന്ന് കയറി കണക്ട് ചെയ്ത് കളയും. ഇപ്പം ഞാൻ എവിടെയെങ്കിലും, ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു ബ്ലേഡിനെ കാന്തം കൊണ്ട് ആകർഷിക്കണം. എനിക്ക് ആകർഷിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു കാന്തമുണ്ട്. ഞാൻ കാന്തം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ
ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഇരുമ്പായിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈ സാധനത്തിൽ കയറി ചാടിപ്പിടിക്കും. കേവലം ഒരു ബ്ലേഡിനെ മാത്രമാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊന്നും ഇതിനെ തൊടാതെ ഞാൻ ആ ബ്ലേഡിൻ്റെ അടുത്തേക്ക് ഈ കാന്തം കൊണ്ടുപോകണം. അല്ലാതെ കണ്ണും പൂട്ടി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എന്തല്ല, ഇവിടെ ഈ ഫോൺ ഹോൾഡർ ഇരിപ്പുണ്ട്, ഇവിടെ പല ഇരുമ്പിൻ്റെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഈ സാധനങ്ങളെല്ലാം ഈ കാന്തത്തിൽ കയറി പിടിക്കും. ഇതുപോലെ ആത്മാവ് കൊണ്ട് നടക്കുന്ന നമുക്ക് ജഡം ഭയങ്കര ഒരു ശത്രുവാണ്. ജഡം ശത്രു എന്ന് പറയുമ്പോൾ ശരീരം ശത്രു എന്നല്ല, പ്രവൃത്തികളാണ് ശത്രു. അപ്പൊ ഇത് പെട്ടെന്ന് കയറി സ്വിച്ച് ചെയ്ത് കളയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വിഷയം ദൈവത്തിന് നമ്മളെ എവിടെ എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, ദൈവത്തിന് നമ്മെ എവിടെയും എത്തിക്കാൻ പറ്റും, നമ്മുടെ ലൈഫിൽ എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആത്മാവിലാണോ എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഈ പലതിനകത്ത് നമ്മൾ കുഴങ്ങിക്കിടക്കുന്നവരാണ്. നമുക്കതിനകത്ത് അത് ആത്മീയമായി അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിലുള്ള അപര്യാപ്തതകളാണ് നമ്മളെ പലപ്പോഴും ഒരു ആത്മീയ ശോഷണമുള്ളവരായും ആത്മീയ ക്ഷീണം ബാധിച്ചവരായിട്ടും ഒക്കെ നമ്മളെ ഇടുന്നത്. പക്ഷെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാഴ്ചകളോട് നമുക്ക് പോരാട്ടമുണ്ട്, അധികാരങ്ങളോട് പോരാട്ടമുണ്ട്, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മ കർത്തൃത്വങ്ങളോട് നമുക്ക് പോരാട്ടമുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് പോലെ ഭൂമിയുടെ അറ്റത്തോളവും നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വിഷയം ഇതാണ്: പരിശുദ്ധാത്മാവുണ്ടോ, ശക്തിയുണ്ടോ? നമ്മൾ ആത്മാവിനകത്താണെന്ന് ഇന്ന് നിങ്ങൾക്ക് എനിക്ക് നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ, ഒരു സെൽഫ് അസസ്മെൻറ്റ് നമുക്ക് എടുക്കാം. നമ്മൾ സ്പിരിറ്റിലാണോ അതോ നമ്മൾ ജഡത്തിലാണോ? നമുക്കൊരു അസസ്മെൻ്റ് എടുക്കാം. നമ്മൾ തന്നെ ഒന്ന് വാല്യൂ ചെയ്യണം. നമ്മൾ തന്നെ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ദൈവത്തിന് അക്കൗണ്ടബിൾ ആണ്. നമ്മളൊരു ഓഡിറ്റിംഗ് നടത്തുന്നത് നല്ലതാണ്. നമ്മൾ നല്ല രീതിയിലാണോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയെന്നൊക്കെ നമ്മൾ ഇന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. നമ്മൾ പുതുവർഷത്തിൻ്റെ പുതിയ അഭിഷേകത്തിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നൊരു ഇവാലുവേഷൻ നടത്തുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഈ ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരാൾ വരും. നമ്മൾ കൊടുക്കുന്ന ആളല്ല, ബാങ്കിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ വന്നിട്ട് വസ്തുവിന് നമ്മൾ വലിയ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തൊക്കെ പറഞ്ഞ് കയറ്റി വെച്ച് അവരെ വല്ലാതെ മോഹിപ്പിച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടുവരും. നമ്മൾ വലിയൊരു തുകയും ബാങ്കിനോട് ആവശ്യപ്പെടും. പക്ഷെ അവരുടെ ഒരു റൂൾസ് അനുസരിച്ച് നമ്മൾ ചൂണ്ടുന്ന ലാൻഡ് വന്ന് കാണണമെന്നുണ്ട്. അപ്പം അവിടെ നിന്നൊരു വാല്യുവേറ്ററെ വിട്ട് പുള്ളി വന്ന് പുള്ളിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച്, ബാങ്കിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അവരുടെ രീതി അനുസരിച്ച് അങ്ങ് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഇടവഴി മുതൽ നമ്മുടെ വീട് വരെയുള്ള വഴി സഹിതം പരിശോധിച്ച് അതിൻ്റെ വീതി, നീളം, ആഴം, ഗുണം എല്ലാം പരിശോധിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് വന്നു നിന്ന് കൈ ഇങ്ങനെ വെച്ചിട്ടൊരു നോട്ടമുണ്ട്. എന്താണ് കാഴ്ചയ്ക്കുള്ള വില? ഈ മണ്ണിന് കാഴ്ചയ്ക്കുള്ള വില എന്ത്? ഈ മണ്ണിന് ഈ സ്ഥലത്തുള്ള വില എന്ത്? ഈ മണ്ണിന് ബാങ്കിൻ്റെ രീതിയിൽ നമുക്ക് എത്ര കൊടുക്കാം എന്നുള്ള രീതിയിൽ പുള്ളി ഒരു വിലയിടും. അത് ചിലപ്പോൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ശരിയല്ലേ? ലോൺ എടുത്തിട്ടുള്ളവർക്കറിയാം, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അക്കൗണ്ടബിൾ ആണ്, ദൈവത്തിന് അക്കൗണ്ടബിൾ ആണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുമ്പോൾ ദൈവത്തിനൊരു വാല്യൂ ഉണ്ട്. ആർക്കാ? നമുക്കൊരു വാല്യൂ ഉണ്ട്. കാരണം അവിടുത്തെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അവിടുത്തെ ആത്മാവിനെ, തൻ്റെ തന്നെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഈ ലാൻഡിനെ, ഈ അസറ്റിനെ, ദൈവത്തിനൊരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ നമ്മൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചാണ് ദൈവത്തിന് വീണ്ടും വീണ്ടും നമ്മളെ ടോപ്പപ്പ് ചെയ്യാൻ, നമ്മുടെ പല മേഖലകൾക്കകത്ത് ടോപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനതാ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ ആത്മാവിനകത്താണോ എന്നൊന്ന് പരിശോധിച്ചാൽ, ആണ് എന്ന് പറയുന്നവരോട് ഞാൻ ദൂത് പറയാം. അല്ല, ഞാൻ ആത്മാവിനകത്തേക്ക് കണക്റ്റ് ആകുകയാണ് ബ്രദറെ എന്ന് പറയുന്നവരോടും ചേർത്ത് ഞാൻ ദൂത് പറയാം. ഭൂമിയുടെ അറ്റത്തോളം, നിങ്ങൾ പോയിട്ടില്ലാത്ത സ്ഥലം, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ, നിങ്ങൾ വാങ്ങിയിട്ടില്ലാത്ത കറൻസി, ആ രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങളെ എത്തിക്കുവാൻ കഴിയും. ആ രാജ്യങ്ങളിലേക്ക് കർത്താവിനെ നമ്മളെ, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവമാണ്. നമുക്ക് യേശുവിനോട് പറയാൻ പറ്റും, യേശുവേ, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സേവിക്കുന്ന ഒരു മോനാണ്, അതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ നിന്നോണം,
നീ ഇവിടുന്ന് US പോയിരുന്ന ദൈവത്തോട് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് അവൻ സർവ്വവ്യാപി, അവൻ സർവ്വവ്യാപി. സകല ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവെന്ന ബൈബിൾ പറയുന്നത്. ഭൂതലത്തിൽ എങ്ങും ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവത്രേ ദൈവത്തിന്റെ ആത്മാവ്. ആ ദൈവത്തോട് പറയാണ്, തിരുവനന്തപുരത്ത് നിന്നാൽ മതി, കൊട്ടാരക്കരയിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, അതുകൊണ്ട് കൊട്ടാരക്കര വരെ പൊക്കോ, അതിനപ്പുറം പോവരുത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് പരിധി നിശ്ചയിക്കാൻ മനുഷ്യൻ പോരാ. നിന്റെ അനുഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കാൻ മനുഷ്യൻ പോരാ. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾക്കും ലിമിറ്റേഷൻ വെക്കാൻ ഒരു ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കാത്തവൻ പോരാ. നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ഈ ലോകത്തിലത്തെ ഒരു ശക്തിയും പോരാ. ഭൂമിയുടെ അറ്റത്തോളം സ്വർഗം വഴി തുറന്ന് തന്റെ നാമ മഹത്വത്തിനായി അയക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. മെസ്സേജ് കഴിഞ്ഞില്ലല്ലോ, സമയവും കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഇനി ഓടിച്ചു പറഞ്ഞേക്കാം, നമ്മുടെ സമയം ഓൾറെഡി കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ ഭാഷ മാറും, നമ്മുടെ പ്രാർത്ഥന ഭാഷകൾ മാറും. അവൻ അന്യ ഭാഷകളിൽ, അതിലെ അപ്പോസ്തലന്മാരുടെ മേൽ, ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവർ പുതുഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വീട്ടിൽ ജഡത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നിരിക്കട്ടെ. ആ വ്യക്തിയുടെ വായി തുറന്നാൽ ജഡത്തിന്റെ വാക്കും പ്രതികരണങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെ മാത്രമേ വരത്തുള്ളൂ എന്നിരിക്കട്ടെ. നിങ്ങളെന്ന ആത്മീയ മനുഷ്യന്റെ ഭാഷകൾ മാറും. നിങ്ങൾ അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കത്തില്ല. നിങ്ങളുടെ പ്രതികരണ രീതികൾ, നിങ്ങളുടെ പ്രതികരണ സ്വഭാവം, നിങ്ങളുടെ സംഭാഷണ രീതികൾ പരിശുദ്ധാത്മാവ് മാറ്റും. അയാൾ അന്യായ ഭാഷ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും. ഹല്ലേലൂയ. ആ നിലകളിൽ ഭാഷകൾ മാറ്റും, ദൈവിക സമാധാനം ഉണ്ടാകും. പുതുഭാഷകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകും. അന്യഭാഷയിൽ സംസാരിക്കുന്നവർക്ക് മനുഷ്യരോട് സംസാരിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. സംസാരിക്കുന്ന ഭാഷകളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അന്യഭാഷകളിൽ സംസാരിക്കുന്ന മനുഷ്യന് പ്രാകൃത മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ യൂസ് ചെയ്യുന്ന പോലത്തെ ടേംസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ ദൈവത്തോട് സംസാരിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ ഭാഷകൾക്കകത്ത് വ്യത്യാസങ്ങളുണ്ടാകും. അവൻ്റെ വായിൽ വരുന്ന ഭാഷകളിൽ വ്യത്യാസം ഉണ്ടാകും. അന്യഭാഷകളിൽ അവൻ ദൈവത്തോട് സംസാരിക്കും. ദൈവത്തിൽ നിന്ന് അവൻ രഹസ്യങ്ങൾ മനസ്സിലാക്കും. അവൻ്റെ സ്വഭാവം, അവൻ്റെ പ്രകൃതം, അവൻ്റെ ഇമോഷൻസ് എല്ലാത്തിനകത്തും കൺട്രോൾ വരും. ഭയങ്കര കോപ സ്വഭാവമുള്ളൊരു വ്യക്തിയുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിനെ പോലെ സമാധാനമുള്ളവനാകും. അവൻ ക്രിസ്തുവിനെ പോലെ സ്വഭാവമുള്ളവനാകും. അവൻ ക്രിസ്തുവിനെ പോലെ ശാന്തശീലനായിത്തീരും. ദ ലാസ്റ്റ് വൺ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, പെന്തക്കോസ്തിൻ്റെ ഒരു ശക്തിയും ജീവനും നമ്മുടെ മേൽ ഒഴുകുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവവേലയ്ക്കുള്ള ശക്തി വർദ്ധിക്കും. നമ്മളത് നോക്കുമ്പോൾ പത്രോസ്ലീഹയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ടുള്ളൊരു മനുഷ്യൻ. പത്രോസ് നമുക്ക് കാണാൻ പറ്റുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഒരു ഭയങ്കര ആവേശക്കാരൻ, എടുത്തുചാട്ടക്കാരനായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 2:36 ആ മനുഷ്യനെ കാണുന്നത് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള, തിരിച്ചറിവുള്ള, ദൈവിക ഗൈഡൻസ് അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ്. മത്തായി എഴുതിയ സുവിശേഷം 26:58 നമ്മൾ ഏറ്റവും കൂടുതൽ ഭീരുത്വമുള്ള ഒരു പത്രോസിനെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4:30-31 പ്രഭു ആ പ്രദേശത്തെ ഉന്നതന്മാരുടെ മുമ്പിൽ ശക്തിയോടെ, പ്രാഗൽഭ്യത്തോടെ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ-കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16:21-22 വാക്യങ്ങളിൽ പഠിപ്പില്ലാത്ത ഒരു സാധാരണക്കാരൻ, നിരക്ഷരനായിട്ടാണ് മത്തായി അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 4:13 പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് ഈ മനുഷ്യൻ ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് എന്നുള്ള നിലയിലാണ്.
ഭയങ്കര ജ്ഞാനത്തിൽ സംസാരിക്കുന്ന ഒരു പത്രോസ്ലീഹായെ, ഒരു ഡോക്ടറേറ്റ് എടുത്തൊരു വ്യക്തി പോലും സംസാരിക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു പത്രോസ്ലീഹായെയാണ് അവിടെ ദൈവം വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 21-ൽ ദൈവ വിളിയെപ്പോലും മറന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനായി പത്രോസിനെ അവതരിപ്പിക്കുമ്പോൾ പത്രോസ് തന്നെ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിളി എന്തെന്ന് നിങ്ങൾ ഓർക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ വിളി എന്തുവാന്ന് ഓർക്കണമെന്നാണ് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ സ്വയം പ്രശംസിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് പത്രോസിനെ കാണുന്നതെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 5-ാമത്തെ അധ്യായം 30-31-ൽ ദൈവത്തെ ഉയർത്തുന്ന മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, പെന്തക്കോസ്തിന്റെ ഒരു ശക്തിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, അഭിഷേകത്തോടെ നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ, നമ്മളെ വ്യത്യസ്തനായി കാണാനുള്ള, വ്യത്യസ്തനാക്കി നിർത്താൻ കഴിയുന്ന അതേ ആത്മാവ് പത്രോസിനെ ട്രാൻസ്ഫോം ചെയ്ത, പൗലോസിനെ ട്രാൻസ്ഫോം ചെയ്ത, അന്ധന്റെ കണ്ണു തുറന്ന, ബധിരന്റെ കാതു തുറന്ന, ഊമനെ സംസാരിക്കുമാറാക്കിയ, മുടന്തനെ നടക്കുമാറാക്കിയ അതേ ആള് മാറ്റുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മാറ്റം സാധ്യമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? നിങ്ങൾ ഇതിനകത്താണോ മാറ്റമില്ല എന്ന് കരുതുന്നത്? ഏതൊന്നിനകത്താണോ വ്യത്യാസം വരത്തില്ല എന്ന് നിങ്ങൾ പറയുന്നത്, അതിനകത്ത് തന്നെ ആദ്യത്തെ വ്യത്യാസം കർത്താവ് വരുത്തും. എല്ലാ ദൈവമക്കൾക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്ന, ഇത് എനിക്ക് വിശ്വസിക്കാൻ എടുക്കാൻ പറ്റുന്നൊരു ദൂതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവം ചിലതിൻ്റെ മേൽ വലിയ മാറ്റം വരുത്താൻ പോവുക. ഇതൊരു തീരുമാനം എടുക്കുക. ഞാൻ ദൈവത്തിൻ്റെ ജീവനിൽ, ആ പെന്തക്കോസ്തിന്റെ ശക്തിയിൽ ഞാൻ ജീവിക്കുമെന്ന്, ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ ജീവിക്കുമെന്ന്. ഓ മൈ ഗാഡ്, ഒന്ന് തീരുമാനമെടുത്താൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ക്രമം തെറ്റിക്കിടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കർത്താവ് ഒരു ദൈവിക ക്രമം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ക്രമം തെറ്റിക്കിടക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ, സാമ്പത്തിക മേഖലയുടെ, നിങ്ങളുടെ ചില ഇന്റൻഷൻസിൽ ക്രമം തെറ്റിക്കിടക്കുകയാണ്. ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, ഇങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്തത്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സ്വപ്നം കണ്ടത്. എന്നാൽ അതിനകത്തൊക്കെ ചില ക്രമം തെറ്റിക്കിടക്കുന്ന അവസ്ഥയിലുള്ള ചില മക്കളോട് ദൈവം പറയുന്നു, അതിനകത്തൊരു ദൈവിക ഒരു ക്രമം കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സമർപ്പിച്ചു കൊടുക്കുക. ഈ സമയം തന്നെ എല്ലാ ദൈവമക്കളും ഒന്ന് ഏൽപ്പിച്ച്, ഇന്ന് തീ ഇറങ്ങുന്ന ഒരു ദിവസമാണ്. ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ പ്ലാനിങ്സിനെ പോലും തകിടം മറിച്ച എല്ലാ ഈവിൾ ഓപ്പറേഷൻസ് ഇന്ന് ഈ സമയം യേശുവിന്റെ നാമത്തിൽ റദ്ദാകട്ടെ. എല്ലാ ഈവിൾ ഓപ്പറേഷൻ റദ്ദാകട്ടെ. എല്ലാ ഡിമോണിക് ആക്ടിവിറ്റി റദ്ദാകട്ടെ. ജഡത്തെ ഉണർത്തി ആത്മാവിനെ മരണത്തിലേക്ക് കൂപ്പുകുത്തിക്കുന്ന ഈവിൾ ഓപ്പറേഷൻസ്, ഡിമോണിക് ഓപ്പറേഷൻ യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് തകർക്കുകയാണ്. ഭൂമിയുടെ അറ്റത്തോളവും കടന്നു ചെല്ലുവാൻ ദൈവത്തിന് പറഞ്ഞു വിടുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ യോഗ്യതക്കാരായി ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തും ഏൽപ്പിക്കാൻ കൊള്ളാമെന്നുള്ള വിശ്വസ്തരാക്കി കർത്താവ് ഞങ്ങളെ മാറ്റണമേ. പ്രാർത്ഥിക്കുക. ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത സ്വർഗീയ കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മ ജീവനാൽ ഞങ്ങൾക്ക് ശക്തി പകരണമേ. രാജാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ മേൽ അപ്രൂവൽ വെളിപ്പെടുന്നു, ചിലരുടെ മേൽ അപ്രൂവൽ റിലീസ് ആകുകയാണ്. In the name of Jesus, amen. ചില evil plans പൊളിയുന്നു, ചില evil claims പൊളിയുന്നു, ചില demonic activity തകരുന്നു. Right now,
right now. Shakatorosi mahatwa randorobo. ഇതുവരെ തടയപ്പെട്ട് നിൽക്കുന്നത് എല്ലാ evil plans, എല്ലാ evil ടാഗുകൾ, എല്ലാ evil കോഡുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ശക്തിയാൽ ബാജുജാജാമഖയബോ. In the name of Jesus. എല്ലാ സാത്താനിക പദങ്ങൾ ബ്രേക്ക് ചെയ്ത് കളയുന്നു. എല്ലാ സാത്താനിക വേർബ്സ് ബ്രേക്ക് ചെയ്ത് കളയുന്നു. എല്ലാ evil cobwebs ബ്രേക്ക് ചെയ്ത് കളയുന്നു. I break all the deltos and gadkasisayar. I break it in Jesus name. Hiabana gonomo sikana mama mama. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഈ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. ആത്മാവിന്റെ തീനാളങ്ങൾ ജനത്തിന്റെ മേലും ഈ പ്ലാറ്റ്ഫോമിന്റെ മേലും പതിയട്ടെ. അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത് പോലെ സ്വർഗം തീനാവുകളായി പതിയട്ടെ. ഞങ്ങളുടെ മേൽ പതിയട്ടെ. Shabanagaya labadaraya shandaraba. Shanara mama matara lazi. ഞാൻ ഈ സമയം എനിക്കറിയാം ഒത്തിരി പേരുടെ മേൽ ആത്മാവിന്റെ തീനാവുകൾ പതിയുന്നു. ഒത്തിരി പേരുടെ ശക്തിയിൽ വർധനവുണ്ടാകുന്നു. ഒത്തിരി പേരുടെ ആത്മശക്തിയിൽ വളർച്ചയും ശക്തിയും വരുന്നു. ഡിവൈൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഡിവൈൻ ഓപ്പറേഷൻ, ഈവിൽ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ് യേശുവിന്റെ നാമത്തിൽ പൊട്ടി തകർന്ന് ഡിവൈൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓ ജീസസ് നെയിം. പുതിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. പുതിയ കാര്യങ്ങൾ ഈ കർത്താവ് തലമുറകളെ നൽകി ആദരിക്കാൻ പോകുന്ന ദമ്പതികൾ ഇതിനകത്തുണ്ട്. തലമുറകളെ നൽകി ലഭിക്കത്തില്ല എന്ന്, നിങ്ങൾക്ക് അതിനൊന്നും പറ്റത്തില്ലെന്നൊക്കെ വിധിച്ച ആ വിധി ദൈവം മാറ്റി ആ വീട്ടിൽ ജനനങ്ങൾ നടക്കുമെന്ന് കർത്താവ് പറയുന്നു. ജീവനുള്ള ചിലത് നടക്കും. ജീവനുള്ളത് പുതിയത് നടക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വലിയ കാര്യങ്ങൾ നടക്കട്ടെ ഡാഡി, വലിയ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഇവരെ അവിടുത്തെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. ഓരോ മക്കളെയും ഞാൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ഏതൊരു വിഷയത്തിൻ്റെ മേലും ദൈവിക ചലനങ്ങൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അത്ഭുതകരമാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകട്ടെ. അപ്പാ, മഹത്വം വെളിപ്പെട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുത്താട്ടെ. ഞങ്ങളുടെ മീറ്റിംഗ്സ് എല്ലാ ദിവസവും നടക്കുന്ന റെഗുലർ മീറ്റിംഗ് ആണ്. രാവിലെ 6:30 മോർണിംഗ് മെസ്സേജും ഈവനിങ് 6:30 നമുക്ക് ഈവനിങ് സർവീസുമായി എല്ലാ ദിവസവും നടക്കുന്നു. നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിലാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് എല്ലാ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്നും മിസ് ചെയ്യാതെ ഞങ്ങളുടെ ഈ മീറ്റിംഗ്സിൽ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഭവിക്കാനായി സാധിക്കും. പ്രാർത്ഥനാ വിഷയങ്ങളോ ടെസ്റ്റ് മണീസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. നമ്പർ ഇതാണ്. മറ്റുള്ളവരെ കൂടെ ഈ ശുശ്രൂഷകളെക്കുറിച്ച് നിങ്ങൾ അറിയിച്ചാട്ടെ. അവർക്കും ഇതിൽ പങ്കാളികളാകുവാൻ തീർച്ചയായിട്ടും സാധിക്കട്ടെ. ദൈവം അവരെയും ആശീർവദിക്കട്ടെ. ദൈവം എല്ലാ നന്മകളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് ഗോഡ് ബി വിത്ത് യു. ഇപ്പോൾ